ഞാൻ തെറ്റ് ചെയ്തതിനല്ല രാജിവെക്കുന്നത്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പുറത്തുവിട്ട വീഡിയോ വ്യാജമാണ്, പറയണ്ടേ? വ്യാജം പറയാം. ഇതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും, പറയണ്ടേ? എനിക്കെതിരെ പരാതി പറഞ്ഞ പെൺകുട്ടിക്കെതിരെ ഞാൻ കേസ് കൊടുക്കും, പറയണ്ടേ? എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും, പറയണ്ടേ? പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. പറയാതെ എന്താ പറയുന്നത്? നിങ്ങൾ നാടകം കളിക്കുകയാണ്. പിന്നെ ചോദിക്കുകയാണ്, ഒരാൾ വന്ന് മറ്റേയാളോട് ചോദിക്കുകയാണ്, അതാ മറ്റേയാൾ അവിടെ ഇരിക്കുന്നില്ലേ മന്ത്രിസ്ഥാനത്ത്? അല്ല ചോദിക്കുന്നത്. ഞാൻ മാത്രമല്ലല്ലോ പീഡകൻ, ഇതാ വേറെ പീഡകരുണ്ടല്ലോ എന്ന് പറയാം. ആരാ പറയുന്നത്? പീഡിപ്പിച്ചത് തന്നെ വന്ന് പറയുകയാണ്. അത് കേൾക്കേണ്ട അവസ്ഥ കേരള കോൺഗ്രസ്സുകാരുണ്ടാക്കി തന്നെയാണ്. ചോദിച്ച് രാജി എഴുതി വാങ്ങിയിട്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പറയണ്ടായിരുന്നോ, ഇതാ ഞങ്ങൾ ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ട്, ആരോപണത്തിന് പേരിൽ പ്രസിഡന്റ് രാജിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്, രാജിവെച്ചിട്ടുണ്ട്. ഇതാണ് പറയേണ്ടത്. സിമ്പിളായ ക്വസ്റ്റ്യൻ. അത് ന്യായീകരിക്കാൻ ഇറക്കി വിട്ടേക്കാണ്. ന്യായീകരിക്കുന്നത് എങ്ങനെയാണ്? ന്യായീകരിക്കുന്നത് മുഴുവൻ അവഹേളിക്കുകയാണ്, എല്ലാവരും അവഹേളിക്കുകയാണ്. നിങ്ങളെല്ലാവരും പൊട്ടന്മാർ, ഞാൻ ചെയ്ത വീഡിയോ ഉണ്ടാക്കിയ എന്താണ് പിന്നെ ഈ തെമ്മാടിത്തരം മുഴുവൻ കാണിച്ച ഞാനെന്തോ വലിയ ആൾ, നിങ്ങളെല്ലാവരും മണ്ടന്മാർ എന്നുള്ളതാണ്. എന്നിട്ട് ഞാൻ നാളെ രാവിലെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ സംവിധാനത്തിലും മറ്റുള്ള സംവിധാനത്തിലും ഞാൻ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങും പിണറായി വിജയനെതിരെ എന്നാണ് പറയുന്നത്, അല്ലേ? അതിന് ന്യായീകരിക്കാൻ ഇറക്കി വിട്ടേക്കാണ്. അത് കേൾക്കാനുള്ള ബാധ്യതയോ അത് കേൾക്കാനുള്ള ശൈലിയോ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർ കാണിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്.